സാക്ഷ്യം നൽകുന്ന ശുശ്രൂഷയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയവരുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് കുറച്ചു പേരെ നമ്മൾ എല്ലാ പ്രാവശ്യം തിരഞ്ഞെടുക്കും. പ്രിയപ്പെട്ടവരെ, ഓരോ സാക്ഷ്യങ്ങളും സാക്ഷി അനുഭവങ്ങളും നമുക്കൊരു പഠനമാണ്, നമുക്കൊരു മുന്നറിയിപ്പാണ്, ഒരു വെല്ലുവിളിയാണ്. ഈ സാക്ഷ്യ ശുശ്രൂഷ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലിരുന്ന് കേൾക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം, ദൈവമേ, ഒരു ദിവസം എനിക്കും ഇതുപോലെ ഈ അൾത്താരിൽ വന്ന് സാക്ഷ്യം നൽകുവാനുള്ള വരം തരണമെന്ന്. തീർച്ചയായിട്ടും ദൈവം അതിനുള്ള അനുഗ്രഹം നമുക്ക് തരും. ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ, നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. പ്രാർത്ഥിക്കുന്ന തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ സൗഖ്യം കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ നിങ്ങൾ അസ്വസ്ഥരായി തീരരുത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. ക്ഷമയോടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ആദ്യമായിട്ട് സാക്ഷി നൽകുന്നു വർഗീസ്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് വർഗീസ്. ഞാൻ ഇരിങ്ങാലക്കുട രൂപതയിൽ അമ്പനോളി ഇടവകാംഗമാണ്. ഞാൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് നടുവേദന കുറച്ച് കാലങ്ങളായിട്ടുള്ളതാണ്. എന്നിരുന്നാലും കഴിഞ്ഞ ജൂലൈ 27 മുതൽ എൻ്റെ നടുവേദന കലശലാവുകയും എൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് ഇടങ്കാൽ കംപ്ലീറ്റ് ആയിട്ട് മരവിച്ച് പോവുകയും ചെയ്തു. ഈ അവസരത്തിൽ ആസ്പത്രിയിൽ പോയി അവിടെ ചെന്ന് എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ തുടങ്ങിയ എല്ലാ മെഡിക്കൽ ടെസ്റ്റുകളും കഴിഞ്ഞു. ഡോക്ടർ എനിക്ക് ഒപ്പീനിയൻ തന്നു, സർജറിയാണ് ഇതിന് പ്രതിവിധി. അങ്ങനെ ആ അവസ്ഥയിൽ 10 ദിവസത്തെ മരുന്ന് തന്നു. അത് കഴിച്ചിട്ടൊന്നും കുറവുണ്ടായില്ല. അതിനുശേഷം എനിക്ക് എൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നടത്താൻ വരെ എൻ്റെ സുഹൃത്തുക്കളുടെ 2ലധികം സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഈ പ്രാഥമിക ആവശ്യങ്ങൾ വരെ നടത്തിയിരുന്നത്. അതിനുശേഷം ഞാൻ സർജറിയുടെ കാര്യം ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കമ്പനിയിലേക്ക് പറഞ്ഞു, എനിക്ക് നാട്ടിൽ പോകണം, ഇവിടെ എന്തായാലും ഞാൻ സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് പ്രശ്നം ഉദിക്കുന്നത്. ഫ്ലൈറ്റിൽ പോരണമെങ്കിൽ കിടന്നു പോരണം, ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, ഒന്നിനും പറ്റാത്ത അവസ്ഥ. ഈ അവസ്ഥയിൽ സ്ട്രെച്ചർ സീറ്റ് വേണം, കൂടെ ഒരു ബൈസ്റ്റാൻഡറും വേണം. അപ്പോൾ 3+1 4 സീറ്റ് ബുക്ക് ചെയ്യണം. അതിന് കമ്പനി എനിക്ക് തരുന്നത് 1 സീറ്റും 3 സീറ്റിൻ്റെ പൈസ എന്നോട് എടുക്കാനും പറഞ്ഞു. 13,000 റിയാലാണ് സ്ട്രെച്ചർ സീറ്റിന് എയർ ഇന്ത്യ എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടത്. അത്രയും തുക എടുക്കാൻ എനിക്ക് സാധിച്ചില്ല. ഈ അവസരത്തിൽ ഞാൻ പട്ടത്തച്ഛനുമായിട്ട് സംസാരിച്ചു. പട്ടത്തച്ഛൻ എനിക്കൊരു വചനം തന്നു. വചനം ഇപ്രകാരമായിരുന്നു: യേശുവെ, അവിടുത്തെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ, പരിപൂർണമായി സുഖം തരണമേ, സുഖം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനും എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് ഇവിടുത്തെ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷ ലൈവായി പങ്കെടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരുന്ന ഞാൻ അല്പമെങ്കിലും ഇരിക്കാനുള്ള അവസ്ഥ വരികയും അവിടെ നിന്ന് എന്നെ കമ്പനി നാട്ടിലേക്ക് ഇരുന്ന് ഉള്ള സീറ്റിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് ക്ലാസ്സിൽ, സാധാരണക്കാർക്ക് എല്ലാവർക്കും എക്കോണമിക് സീറ്റ് മാത്രമാണ് അലൗഡ് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് ജെറുസലേം നാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ബിസിനസ് ക്ലാസ്സിൽ സീറ്റ് തരികയും ഞാൻ വളരെ സുഖമായിട്ട് ഇവിടെ കൊച്ചിയിലെത്തുകയും ചെയ്തു. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം ഇവിടുന്ന് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പോയി അവിടുത്തെ എല്ലാ റിപ്പോർട്ടിൻ്റെയും CD അവിടുത്തെ ന്യൂറോ സർജന് കൊടുത്തു. ന്യൂറോ സർജൻ അത് കണ്ടിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് സർജറി നടത്തണം, അതിന് വരുന്ന ചെലവുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ ഓഫീസിൽ നിന്ന് കിട്ടും. സർജറിക്കും മറ്റും വേണ്ടി മാത്രമായിട്ട് 81,000 രൂപയാണ് അവിടെ പറഞ്ഞത്. മറ്റുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ പൈസ പ്രശ്നമല്ലായിരുന്നു. കാരണം ഞാനൊരു വിമുക്ത മടനായതിൻ്റെ പേരിൽ എനിക്ക് ആ മെഡിക്കലെല്ലാം ഫ്രീ ആണ്. പക്ഷേ സർജറി നടത്താൻ എൻ്റെ മനസ്സോ എൻ്റെ വീട്ടുകാരോ ആരും തന്നെ വില്ലിങ് അല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇവിടെ സൗദിയിൽ വെച്ചൊരു തീരുമാനം എടുത്തിരുന്നു, നാട്ടിലെത്തിയാൽ കഴിയുന്നത്ര വെള്ളിയാഴ്ചകളിൽ ഇവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കാമെന്നും താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കാമെന്ന് ഞാൻ അവിടെ നിന്ന് ജെറുസലേം നാഥനോട് പ്രാർത്ഥിച്ച് വാഗ്ദാനം ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ അമൃതയിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ നേരെ ആയുർവേദ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തി. അല്പമൊക്കെ എനിക്ക് ആശ്വാസമായി. പിന്നീട് ആസ്പത്രിയിൽ നിന്ന് വന്ന് 15 ദിവസം വീട്ടിൽ അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടർന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാനിവിടെ വെള്ളിയാഴ്ചയിൽ ഞാനും എൻ്റെ ഭാര്യയും വന്ന് ഇവിടെ പ്രാർത്ഥിക്കാനും ശുശ്രൂഷയിൽ പങ്കെടുക്കാനും തുടങ്ങി. ഇപ്പോൾ ഞാൻ ധ്യാനം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. എനിക്ക് ഇന്ന് എൻ്റെ ജീവിതത്തിലുള്ളായിരുന്ന ഏറ്റവും വലിയ
ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. ജെറുസലേം നാഥൻ എന്നെ ഇതുവരെ ഇവിടെ എത്തിച്ചു. ഇന്ന് എനിക്ക് എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ആരുടെയും ആശ്രയമില്ലാതെയും സഹായമില്ലാതെയും ചെയ്യാമെന്നുള്ള വാഗ്ദാനമുണ്ട്. എന്നെ ഇതുവരെ എത്തിച്ച ജെറുസലേം നാഥന് 1000 നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തുതി. പ്രിയപ്പെട്ടവരെ, വിമുക്തപ്പെടാനായിരിക്കുന്ന വർഗീസിന്റെ ജീവിത സാക്ഷ്യമാണ് കേട്ടത്. എഴുന്നേൽക്കുവാനോ നടക്കുവാനോ പറ്റാതെ, പരസഹായം കൂടാതെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധിക്കാതിരുന്ന വർഗീസിനെ കർത്താവ് വചനം അയച്ച് സൗഖ്യം നൽകുക മാത്രമല്ല, ഇവിടുത്തെ താമസമുള്ള ധ്യാനത്തിലൂടെ ഞാൻ എന്നും രോഗികളെ കാണാൻ പോകുമ്പോൾ എന്നും വർഗീസ് കിടക്കാണ്. ഇന്നലെ മുതൽ വർഗീസ് എഴുന്നേൽക്കാൻ തുടങ്ങി. കർത്താവിന്റെ വലിയ അത്ഭുതകരമായിരിക്കുന്ന സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഓപ്പറേഷൻ കൂടാതെ ഒരു രക്ഷയുമില്ല എന്ന് സൗദിയിലെ ഡോക്ടർമാരും അമൃതമയിലെ ഡോക്ടർമാരും ഒക്കെ വിധി എഴുതിയ വർഗീസാണ് എന്ന് പറയുന്നത്. എനിക്ക് സുഖമായി സൗഖ്യമായി എനിക്ക് എന്റെ കാര്യങ്ങൾ നടത്താനായിട്ട് കൃപ കർത്താവ് നൽകിയിരിക്കുകയാണ്. ഈ അത്ഭുത സൗഖ്യത്തെ ഓർത്തുകൊണ്ട് കർത്താവിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിനെ. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിനെ, രക്ഷകൻ നാമത്തിനെ. പ്രിയപ്പെട്ടവരെ, വിമുക്തപ്പെടാനായിരിക്കുന്ന വർഗീസിനോട് ചേർന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ ജനകോടികളിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അസ്ഥി രോഗികളായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കർത്താവിന്റെ വലിയ സൗഖ്യം ഇപ്പോൾ വരട്ടെ. വർഗീസ് മൈക്കിനോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ജനകോടികൾ ഇപ്പോൾ ലോകത്തെ എവിടെയൊക്കെ ആളുകളുണ്ടോ അസ്ഥി രോഗികളിലേക്ക് കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയാണ്. കർത്താവ് എഴുന്നേൽക്കുവാനോ നടക്കുവാനോ പറ്റാതെ വിവിധങ്ങളായ സ്ട്രക്ചറുകളിൽ വീൽ ചെയറുകൾ കിടക്കുന്ന ആളുകൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ബെൽറ്റ് ധരിച്ചിരിക്കുന്ന മക്കളോട് കർത്താവ് പറയുന്നു, നിന്റെ ബെൽറ്റ് ഇനി ആവശ്യമില്ല. കർത്താവ് നിന്നെ സുഖപ്പെടുത്താൻ പോകുന്നു. കഴുത്തിൽ സ്പോണ്ടിലോസിസിന് അസുഖമുള്ള ഒരു മകനെയും കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നു. അസ്ഥി രോഗികളെ തൊടുന്ന കർത്താവ് 18 വർഷക്കാലം കൂടിപ്പോയ സ്ത്രീയെ സുഖപ്പെടുത്തിയ കർത്താവ് അത്ഭുത സൗഖ്യം, അത്ഭുത വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ. കൈയടിച്ച കഥ നമുക്ക് നന്ദി പറയാൻ നോക്കാം. ആരാണ് ബെൽറ്റ് ധരിച്ചിരിക്കുന്ന ഒരു മകളെ കർത്താവ് തൊടുന്നുണ്ട്. വിശുദ്ധ കുർബാനയുടെയും സ്വീകരണ സമയത്ത് പൂർണ്ണമായി തീരും. സ്പോണ്ടിലോസിസ് അസുഖമായി കഴുത്തിൽ ബെൽറ്റ് ധരിച്ചിരിക്കുന്ന ആരാ ഇവിടെ വന്നിരിക്കുന്നത്? കഴുത്തിൽ ബെൽറ്റ് ധരിച്ച ഒരാള്, അരയിൽ ബെൽറ്റ് ധരിച്ച ഒരാള് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കർത്താവ് സ്പർശിക്കുകയാണ് എന്ന് കർത്താവ് മെസ്സേജ് തന്നിരിക്കുന്നു. നമ്മുടെ ആരെങ്കിലും വീട്ടിൽ ഇപ്രകാരം ഉണ്ട് എങ്കിൽ ശരി ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഉണ്ട് എങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. സാക്ഷി നൽകുന്നു അന്നു. എൻ്റെ വീട് തൃക്കൂര്. എൻ്റെ പേര് അന്നു. ഞാൻ ഒരു ദിവസം എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ ഒരു സൈഡ് മുഴുവൻ തളർന്നു പോയി. ഞാൻ എന്നും പുലർച്ചെ കൊന്ത ചെല്ലണതാണ്. കൊന്ത ചെല്ലാൻ നോക്കിയപ്പോൾ എനിക്ക് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറ്റുന്നില്ല. അപ്പോൾ ദൈവമേ, എന്നും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. എന്താ എനിക്കെന്നും കൊന്ത ചെല്ലാനൊന്നും പറ്റാത്തതെന്ന് എൻ്റെ നാവ് കുഴഞ്ഞു പോകുമായിരുന്നു. ഞാൻ എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഈ കൈ കുത്തിയാണ് ഞാൻ എണീക്കാറ്. ഈ കൈ തളർന്ന് ഇതായി കിടക്കുകയാണ്. വേഗം ഞാൻ ഒരു കണക്കിന് എഴുന്നേറ്റ് മാതാവിൻ്റെ വെളിച്ചെണ്ണ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെളിച്ചെണ്ണ എടുത്ത് ഞാൻ വേഗം കുറച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് കൈമ വരട്ടി ഞാൻ ആകേന ആൾക്കാർ മുന്നിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം. പരിശുദ്ധമ്മേ മാതാവേ, എനിക്ക് സൗഖ്യം തന്നെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ എൻ്റെ കൈ ഇങ്ങനെ തലോടിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ എൻ്റെ കൈ ലൈറ്റ് ഇടാൻ പോലും പറ്റാതെ ഈ കൈ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ലൈറ്റ് ഇട്ടത്. അത് നോക്കിയപ്പോൾ എൻ്റെ കൈ ശരിയായി. അപ്പോൾ തന്നെ ശരിയായി. അവിടുന്ന് ഞാൻ എൻ്റെ ആങ്ങളേരെ മകൻ വേഗം കാറ് വിളിച്ച് ഒല്ലൂർക്ക് എത്തിച്ചു. ഒല്ലൂർ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇതിവിടെ പറ്റില്ല, നിങ്ങൾ ജൂബിലിക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ജൂബിലി കൊണ്ടു ചെന്ന് അവിടെ ചെല്ലുമ്പോഴേക്കൊക്കെ എനിക്ക് സംസ്കരിക്കാനും പറ്റി തുടങ്ങി. കയ്യും ശരിയായി. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തത് വന്നിട്ട് ഞാൻ കാണുന്നത്, എന്നാലും സ്കാൻ ചെയ്യുമെന്ന് പറഞ്ഞു. 2 സ്കാൻ ചെയ്തു. നോക്കിയപ്പോൾ തലച്ചോറിൽ ഇവിടെ ഒരു ദ്വാരം പോലെയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ സൈഡ് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ വെളിച്ചെണ്ണ കയ്യിൽ പിടിച്ച് പുരട്ടുകയും വീണ്ടും കുടിക്കുകയും ചെയ്തു. അമ്മയോട് പ്രാർത്ഥിച്ചു. അനേകം മക്കളോട് എനിക്ക് പറയാനുള്ളത്, മാതാവിൻ്റെ വെളിച്ചെണ്ണ എടുത്ത എല്ലാവരും എന്ത് രോഗത്തിനും പുരട്ടിയാലും സൗഖ്യം നൽകുന്ന മാതാവാണ് നമ്മുടെ എന്ന്.
എനിക്ക് അത്രയും ഞാൻ പ്രിയപ്പെട്ടവരെ, നിലവിളിക്കല എണ്ണ ഒരു ഔഷധ ലേപന തൈലമാണെന്ന് ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നുണ്ട്. ഈശോയുടെയും മാതാവിന്റെയും മധ്യത്തിൽ ഇരുന്നു കൊണ്ട് കത്തുന്ന എണ്ണ അനേക മക്കളുടെ സ്നേഹം കൊണ്ട് ഒഴിക്കുന്ന, ത്യാഗം കൊണ്ട് ഒഴിക്കുന്ന എണ്ണയാണ്. ഒരിക്കലും പറ്റാത്ത ഒരു എണ്ണ. ആ നിലവിളിക്കലെ എണ്ണയാണ് അത്ഭുതകരമായി സൗഖ്യം. നമ്മൾ റോട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന എണ്ണയല്ല, അത് കുപ്പിയിൽ കൊണ്ടുപോകുന്നതല്ല. അത് പ്രത്യേകമായി ഇവിടുന്ന് ബ്ലസ് ചെയ്യാണ് ഓരോരുത്തരും കൊണ്ടുവരുന്നത്. ത്യാഗത്തിന്റെ ഫലമായി കൊണ്ടുവരുന്ന ആ നിലവിളിക്കലെ എണ്ണ ഔഷധ വീര്യമുള്ളതായി വീണ്ടും അന്നു ചേച്ചിയിൽ സംഭവിച്ച അത്ഭുത സാക്ഷ്യമാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിന് വലിയ സാക്ഷ്യമാണ് ഇപ്പോൾ കേട്ടത്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആ കൈയൊന്ന് ഉയർത്തിയാൻ അനുചേച്ചിരുന്നു. സംസാരിക്കാൻ പറ്റാത്ത, കൈകൾ ഉയർത്താൻ പറ്റാത്ത അന്നു ചേച്ചിയുടെ കൈകളാണ് മാതാവ് നിലവിളിക്കലെ എണ്ണയുടെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നത്. കൈയടിച്ച് കത്തോണം നന്ദി പറയും. സാക്ഷ്യം നൽകുന്നു എൽവിൻ അബ്രാഹം ജിനോ. എൻ്റെ പേര് ലിബി ജിനോ. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത 3 മുറി ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഇവിടെ കിടന്നുള്ള ധ്യാനത്തിൽ 5 ദിവസം ഞങ്ങൾ പങ്കെടുക്കുകയും അതിനുശേഷം ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ചെയ്തു. പിന്നീട് മമ്മി എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടുത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്തിരുന്നു. ഞങ്ങൾ ആരോഗ്യമുള്ള ഒരാൺകുഞ്ഞിന് ജനിക്കുകയും ചെയ്തു. 3 വർഷങ്ങൾക്ക് ശേഷം താമസമുള്ള ധ്യാനത്തിലൂടെ ദൈവം നൽകിയ സ്നേഹ സമ്മാനമാണ് അൾത്താരയിൽ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ബലിപീഠത്തിനരികെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. ഇതാ എൽവിൻ എത്ര ആയാസത്തോടു കൂടിയിട്ടാണ് അമ്മയും അപ്പനും 3 വർഷക്കാലം സഹിച്ച സഹനത്തിന് ഒരു മാലാഖ പോലത്തെ കുഞ്ഞിനെ കർത്താവ് നൽകിയിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയാം. ഉയർത്തിയടിച്ച് പാട്ടുപാടി തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തില്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തില്, രക്ഷകൻ നാമത്തില്, രക്ഷകൻ നാമത്തില്, രക്ഷകൻ നാമത്തില്. സാക്ഷ്യം നൽകുന്നു എൽറോയ്. എൻ്റെ പേര് എൽറോയ്. എൻ്റെ വീട് വണ്ടമേടിലാണ്. ഞാൻ വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. വെല്ലൂർ ഹോസ്പിറ്റലിൽ നേരിട്ട് താമസിച്ചുള്ള ധ്യാനത്തിൽ വന്നിരിക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് ഷുഗർ ആയിരുന്നു. ഷുഗർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഷുഗർ ആയിരുന്നു, ഹൈ ആണ്. അത് 3 തരം ഇൻസുലിനാണ് ചെയ്യുന്നത്. അത് അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ഹാർട്ടിനും ബ്ലോക്കാണ്, 2 കണ്ണിനും കാഴ്ചയില്ലായിരുന്നു. അങ്ങനെ ഭയങ്കര അവസ്ഥയിലിരിക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഈ അച്ഛൻ്റെ കുർബാനയുള്ള ഒരു CD ആശുപത്രിയിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ബ്രദർ അവിടെ കൊണ്ടുവന്നു. ഞങ്ങളെ CD ഇട്ട് കാണിച്ചിരുന്നു. ഞങ്ങൾ 10-40 പേര് ആ കുർബാനയിൽ ഇങ്ങനെ പങ്കെടുത്തോണ്ടിരുന്നപ്പം അച്ഛൻ കുർബാനയുടെ ഇടയ്ക്ക് ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നു. ദിവ്യ വൈദ്യനും ഔഷധവുമായ ഈശോയെ എന്നെ സുഖപ്പെടുത്തണമെന്ന്. അതുപോലെ തന്നെ അച്ഛൻ വേറൊന്നും കൂടെ സമാധാനം കൊടുക്കുമ്പോൾ 7 പേർക്ക് ഇങ്ങനെ കുരിശ് വരച്ച് ഇങ്ങനെ സ്തുതിയിൽ, അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രാർത്ഥന. അങ്ങനെ എല്ലാവരും വന്ന്, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര ഒരു സമാധാനം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സമാധാനം കിട്ടുന്നത്. അങ്ങനെ ഈ പ്രാർത്ഥന ഞാൻ അമ്മയോട് എന്നും ഞാൻ ഏറ്റു ചൊല്ലി കൊടുത്തു. അങ്ങനെ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഷുഗർ നോർമല്. അങ്ങനെ എന്തോരായിരുന്നു, എത്രയായിരുന്നു? 120 യൂണിറ്റാണ് ഷുഗർ ഇൻസുലിൻ ചെയ്യുന്നത്. 3 തരം ഇൻസുലിനാണ്. അത് ഭയങ്കര കൂടുതലാണ്, ഭയങ്കര ഹൈ ആണ്. പക്ഷേ ഈ 15 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് നോർമലായി, ഈ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തതിന് ശേഷം. അങ്ങനെ എനിക്ക് ഈ CD കൊണ്ടുവന്ന ബ്രദറിനെ എനിക്ക് പരിചയമുണ്ട്, കോട്ടയത്തുള്ള. അപ്പോൾ ആ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ എനിക്ക് അച്ഛന് അവിടെ ഒന്ന് പോകണം, എനിക്ക് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ നമ്പർ എനിക്ക് തന്നു.
ഇപ്പം ഒരു 3 ദിവസം മുമ്പ് അപ്പം ഡോക്ടർ പറഞ്ഞു ഇത്രയും ദൂരെ കൊണ്ടുപോകാൻ പറ്റില്ല, അമ്മയ്ക്ക് ഹാർട്ട് വീക്ക് ആയതുകൊണ്ട് അധികം കെയർ ചെയ്യില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തായാലും എനിക്ക് അവിടെ നിന്ന് പോകണം, അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത്. ധ്യാനം കൂടാൻ വേണ്ടി വന്നല്ല, അച്ഛനെ കണ്ട് അങ്ങനെ അച്ഛനെ ഞാൻ ധ്യാനത്തിന് 2 ദിവസം മുമ്പ് അച്ഛനെ ഞാൻ വിളിച്ചപ്പോൾ ഉടനെ അച്ഛൻ ഫോൺ എടുത്തപ്പോഴത്തേക്ക് അച്ഛൻ എനിക്ക് അപ്പം ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. ഞങ്ങൾ തൃശ്ശൂർ വന്ന് അച്ഛൻ അന്നേരം പോണ്ടിച്ചേരിയിലാണ്. അച്ഛൻ അപ്പം കൺവെൻഷൻ നടത്തുകയാണ്. അച്ഛൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്നിട്ട് തൃശ്ശൂർ ഞായറാഴ്ച രാത്രി 12 മണിക്കാണ് വന്നത്. എന്നിട്ട് അച്ഛനെ ഞാൻ വീണ്ടും ഫോൺ ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, അപ്പം ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ടാണ് വന്നത്. അച്ഛൻ പറഞ്ഞു നിങ്ങൾ പൊക്കോ. ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ ധ്യാനം കൂടാനൊന്നും പൈസയില്ല, ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള പൈസ ഉള്ളത്. പക്ഷേ ഇവിടെ വന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു, ധ്യാനത്തിന് എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്നു. എൻ്റെ അമ്മയ്ക്ക് 7 വർഷമായിട്ട് കണ്ണിന് കാഴ്ചയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ കണ്ണിൽ നിന്ന് എപ്പോഴും പഴുപ്പും വരും. അപ്പോൾ തലേദിവസം ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ അമ്മ ഓടി നടക്കുമെന്ന് അച്ഛൻ ഇങ്ങനെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു. പക്ഷേ അതിൻ്റെ 2ാമത്തെ ദിവസം എൻ്റെ അമ്മ എല്ലാ കാര്യം ഞാൻ തന്നെ വേണം ചെയ്തു കൊടുക്കാൻ. ഭക്ഷണം എല്ലാം എടുത്ത് കൊടുക്കുന്നതും അമ്മയുടെ എല്ലാ കാര്യം, തുണിയെല്ലാം ഞാനാണ് അലക്കി കൊടുക്കുന്നതെല്ലാം. അങ്ങനെ 3ാമത്തെ ദിവസം അന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം അന്ന് വൈകിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ അമ്മ ഒറ്റയ്ക്ക് ഹാളിൽ പോയിരുന്നു, കിടപ്പുവാട്ടി കിടന്നു. അമ്മ ഒറ്റയ്ക്ക് പിന്നെ ഫുള്ള് ധ്യാനം കൂടിയ ആൾക്കാരെല്ലാം കണ്ടാണ് ഞാൻ അമ്മയെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കാഴ്ചയില്ല എന്നുള്ളത് ഈ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് അറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും. എൻ്റെ അമ്മയ്ക്ക് കാഴ്ചയില്ലാത്തത് ഇവിടെ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അമ്മയ്ക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ട് കാഴ്ചയും കിട്ടി. അല്ലെങ്കിൽ കണ്ണിൽ പഴുപ്പ് ഇപ്പോൾ ഇല്ല, കണ്ണിന് പഴുപ്പ് വരുന്നില്ല. അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഒരുപാട് സമാധാനമുണ്ട്. ചുമയൊക്കെ ഒത്തിരി കുറവുണ്ട്. താമസമുള്ള ധ്യാനത്തിലൂടെ ഒരു അത്ഭുതകരമായിരിക്കുന്ന ഒരു വെല്ലൂർ ആശുപത്രി കിടന്നുള്ള ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തീഷ്ണതയാണ് ഇപ്പോൾ തന്നെ ഇവിടെ കേട്ടത്. കാരണം എൽറോയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ സമൂഹത്തെ വിശ്വാസം, വെല്ലൂരിൽ നിന്നുള്ള യാത്ര, പാതിരാത്രി കഴിഞ്ഞിട്ടും ഇവിടെ വന്നാൽ സുഖം പ്രാപിക്കും എന്നുള്ള പ്രതീക്ഷ, ഈ വലിയ ശക്തമായ വിശ്വാസത്തോടും തീഷ്ണമായ ആഗ്രഹത്തോടും കടന്നു വന്ന അമ്മയ്ക്ക് ഇന്ന് ഷുഗർ പോയിന്ന് മാത്രമല്ല, എത്രയുണ്ടായിരുന്നു? 400 500 എത്രയായിരുന്നു? 600ന്റെ മേളിലാണ്. 600ന്റെ മേലെയുള്ള ഒരാള് സാമാന്യം കോമയായി പോകുന്നത്. ഇവിടെ നഴ്സിംഗ് സ്റ്റുഡൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട 600ന്റെ മേലെ വന്ന ഒരമ്മയ്ക്ക് ദിവ്യവൈദ്യനും ഔഷധമായ യേശു എന്നുള്ള പ്രാർത്ഥന വിശുദ്ധ കുർബാനയിൽ ചൊല്ലിക്കൊടുന്ന് കേട്ടിട്ട് ഏറ്റുചൊല്ലാൻ മാത്രമുള്ള ആ വിശ്വാസം വർദ്ധിച്ചതിന്റെ ഫലമായിട്ട് 120 നോർമലായിട്ട് അത് കുറയുന്നു. ഇവിടെ വന്ന് കണ്ണിന് കാഴ്ചയില്ലാത്തത് കണ്ണിന് കാഴ്ച കിട്ടുന്നു. കിടപ്പ് രോഗി നടന്നിരുന്ന സ്ഥലത്തു നിന്ന് നടന്നുപോയി സമൂഹത്തോടൊപ്പം വചനം ശ്രവിക്കുക. ഇത് ദൈവത്തിന്റെ കരുണയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനോട് നന്ദി പറയാം. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. യേശുവിൻ നാമത്തിന്. ഒരു വാക്യം കൂടി പറയണമെന്ന്. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാല് എൻ്റെ ഈശോയെ ആദ്യമായിട്ട് ഈ ക്രിസ്മസിന് ആഘോഷിക്കാൻ എൻ്റെ അമ്മയ്ക്ക് കണ്ണിന് കാഴ്ച കാര്യം. എൻ്റെ അമ്മയുടെ മാമോസ കഴിഞ്ഞിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ഈ മാസം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എൻ്റെ ഈശോയെ ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ എൻ്റെ അമ്മയ്ക്ക് കാഴ്ച അടക്കം തന്നിട്ടുണ്ട്. ഈശോ ഹൃദയത്തിൽ വന്നപ്പോൾ ദൈവം നടത്തിയ വലിയ അത്ഭുതമാണ്. അങ്ങനെ ഒരു ക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും അനുഗമിക്കുന്ന എൽറോയ് കരങ്ങളടിച്ച് കഥ യാത്രയാവുന്നു. സാക്ഷ്യം നൽകുന്നു ജോയ്സി. പേര് ജോയ്സി, കണ്ടശങ്കളവ്. എൻ്റെ 2 സാക്ഷ്യമാണെന്ന് ഞാൻ പറയാൻ നിൽക്കുന്നത്. എൻ്റെ ഭർത്താവിനും എനിക്ക് വേണ്ടി. എൻ്റെ ഭർത്താവിന് താൽക്കാലികമായി ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് ജോലിയിൽ. അത് പിന്നെ അവരെ സ്ഥിരമായി ഓർഡർ കൊടുക്കണമെന്ന് പറഞ്ഞ് ഓർഡർ വന്നു. ആ ഓർഡർ കയ്യിൽ കിട്ടിയപ്പോൾ പറഞ്ഞു അത് ഓർഡർ തള്ളി പോണു. കള്ളക്ഷേമ ബോർഡിലായിരുന്നു, അത് എടുത്തു മാറ്റി കളയണമെന്നു. ഞാൻ ഇവിടെ 14 ആഴ്ച മാസാത് വെള്ളിയാഴ്ച നിയോഗം വെച്ച് വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി നിയോഗം വെച്ച് 14ാമത്തെ ആഴ്ച പുതിയ ഓർഡർ വന്ന് പുതിയ സ്ഥാപനത്തേക്ക് ജോലി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഓർഡർ വന്ന് ജോലിയിൽ കയറി 1 കൊല്ലമായി.
നിയോഗം വെച്ച് മാതാവ് ഈ സഹായം നന്ദി പറയുന്നു. പിന്നെ ഈ സെപ്റ്റംബർ 8 എനിക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു ഗവൺമെൻറ്. ആ ടെസ്റ്റ് ഞാൻ എഴുതി ഇവിടെ നിയോഗം വെച്ച് 4 മാസാത് വെള്ളിയാഴ്ച ആയിട്ടുള്ളൂ. അവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായി ഈ ഡിസംബർ 8 ഞാൻ ഗവൺമെൻറ് ജോലിയിൽ കയറി. ദൈവം ഇത്ര നല്ല നന്ദി മാതാവിന് കാഴ്ചവെക്കുന്നു. ഉപജീവന മാർഗത്തിന് കർത്താവ് വഴി തുറക്കുന്നു, ജോലി കൊടുക്കുന്നു, കുടുംബത്തെ സംരക്ഷിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. സാക്ഷി നൽകുന്നു അന്ന റൊസീന. എൻ്റെ പേര് ജെറിൻ, എൻ്റെ ഭാര്യ സ്മിത, ഞങ്ങളുടെ കൊച്ച് അന്ന. ഞങ്ങൾ 6 വർഷമായിട്ട് കാനഡയിൽ സെറ്റിൽഡാണ്. 1.5 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ അല്പം ടെൻഷനിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഡോക്ടറെ കണ്ടു കാനഡയിൽ തന്നെ. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായ ഗൈനക്കോളജിസ്റ്റ് എന്നോട് പറഞ്ഞു, നോർമലായിട്ട് പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒരുപാട് കാലം മരുന്ന് കഴിക്കണം, അതല്ലെങ്കിൽ അടുത്ത പോകാൻ വഴി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുക എന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഇവിടെ ഈ അൾത്താരയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ കൊണ്ടുവന്ന് കിടത്തിക്കോളാമെന്ന് നേർച്ച നേർന്നു. എന്നിട്ട് ഡോക്ടർ ഇത് പറഞ്ഞതിന് 15ാമത്തെ ദിവസം ഞങ്ങൾ നോർമലായിട്ട് പ്രഗ്നൻ്റായി. അപ്പോൾ കൊച്ചിനിപ്പോൾ 6 മാസമായി. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. ഇതെൻ്റെ ജീവിതത്തിലെ 3ാമത്തെ തവണയാണ് ഞാൻ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ വലിയ തടസ്സങ്ങളിലും കടമ്പകളിലും ജെറുസലേം നാഥൻ എൻ്റെ കൂടെ ഒപ്പമുണ്ടായിട്ടുണ്ട്. പട്ടത്തച്ഛനൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ കാനഡയ്ക്ക് പോകുന്നതിന് മുമ്പ് പല പ്രാവശ്യം ഇവിടെ വരുമായിരുന്നു. എൻ്റെ വീട് പാലായിലാണ്. അപ്പോൾ ഇവിടെവരെ ഓരോ പരീക്ഷ വേളകളിലും പ്രാർത്ഥിക്കാൻ വരുന്ന പ്രിയപ്പെട്ട ഒരു കുടുംബമാണ് നിൽക്കുന്നത്. പ്രതിസന്ധി ഒറ്റ വാക്കിലാണ് പറഞ്ഞത്. പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ആ പ്രതിസന്ധികളെ എടുത്തു മാറ്റി ഇന്ന് ഒരു വലിയ സ്നേഹിതനായി ഒരു നല്ല ജോലിയിൽ 2 പേരും പ്രവേശിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് കുഞ്ഞിനെ കുറിച്ചുള്ള സങ്കടം. ഈ അൾത്താരയിൽ പല സാക്ഷ്യങ്ങളും ഇപ്പോൾ വിദേശത്തിരുന്ന് കേൾക്കുന്നുണ്ട് ആളുകൾ. ഈ അൾത്താര പറയുന്ന സാക്ഷ്യം കണ്ട് കേട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവം നൽകിയ ഒരു സ്നേഹ സമ്മാനമാണ്. കാനഡയല്ലേ, ഇപ്പൊ കൊച്ചിനോട് വന്നപ്പോ എല്ലാ ഇതുകളും ചൂടെടുത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലും കൊച്ച് അൾത്താരയിൽ ഇങ്ങനെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ നിൽക്കാണ്. നമുക്ക് കൈ അടിച്ചുകൊണ്ട് നല്ല ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിന്റെ വലിയ കൃപയോട് നിറയട്ടെ. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്, രക്ഷകൻ നാമത്തിന്, രക്ഷകൻ നാമത്തിന്. കാനഡച്ചന്റെ പെങ്ങളുടെ മക്കളാണ്. പാലായിൽ നിന്ന് ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഓരോ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും കണ്ണുനീരോടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഈ കുടുംബത്തിന്റെ വളരെ നന്നായിട്ട് എനിക്കറിയാം. ഇന്ന് വന്നപ്പോൾ എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സാക്ഷ്യം നൽകുന്നു റോസിലി. എൻ്റെ പേര് റോസിലി, എൻ്റെ വീട് കരുവന്നൂര്. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. 3 മാസം മുമ്പ് എൻ്റെ മോളുടെ ബ്രസ്റ്റിന് താഴെ ഒരു മുഴ കണ്ടു. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി. മോള് അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ മിക്ക വെള്ളിയാഴ്ചകളിൽ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ പപ്പ പറഞ്ഞു ഡോക്ടറെ കാണാൻ പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു പട്ടത്തച്ഛനെ കണ്ട് വന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ അച്ഛനെ കാണാൻ വന്നു. അച്ഛൻ പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, മോൾക്ക് 19 വയസ്സാണ്. 19 ദിവസം നിങ്ങൾ യേശുവെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി എന്നെ ശുദ്ധീകരിച്ച് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഡോക്ടറെ കണ്ടാൽ മതി. അങ്ങനെ ഞങ്ങൾ 19 ദിവസം പ്രാർത്ഥിച്ചു. ഞാനിവിടെ 9 വെള്ളിയാഴ്ച വരാനും സാക്ഷ്യം പറയാനും അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ 19 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ കണ്ടവഴിഞ്ഞ് പറഞ്ഞു ഫൈബ്രോയിഡാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പോൾ ഹോർമോൺസിൻ്റെ പ്രവർത്തനം അങ്ങനെയുള്ള ഇതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇത് എനിക്ക് എൻ്റെ മോൾക്ക് തന്ന ഈ സൗഖ്യത്തിന് യേശുനാഥനോടും പരിശുദ്ധ അമ്മയോടും ഞാൻ നന്ദി പറയുന്നു. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി. ബ്രസ്റ്റിന് താഴെയുണ്ടായിരുന്ന മുഴ അത് ഡേഞ്ചർ അല്ല എന്നും അതിൻ്റെ ഓപ്പറേഷൻ ആവശ്യമില്ല എന്നുള്ള അത്ഭുതകരമായ സാക്ഷ്യമാണ് ഇപ്പോൾ തന്നെ. നമുക്ക് ചിലപ്പോഴൊക്കെ ചില ആളുകളുടെ ശരീരത്തിൽ ചില മുഴയുണ്ടാകും. കാണുന്ന മുഴയൊന്നും ക്യാൻസർ ഒന്നല്ല. പേടിച്ച് വരണ്ട് വന്നിരിക്കുന്ന 2-3 പാർട്ടികൾ കൂടി ഇരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഭയം വേണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആവശ്യമില്ലാത്ത ഭയം. ഇപ്പം ശരീരത്തിൽ എവിടെ ഒരു മുഴയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ
അതൊക്കെ കർത്താവിന് മാറ്റാൻ സാധിക്കും. അത് കർത്താവിന് വിശ്വസിക്കണം, വിശ്വസിച്ച് പ്രാർത്ഥിക്കും. വളരെ ചെറുത് മാത്രമേ അത് വളരെ ക്യാൻസറസോ മറ്റേതെങ്കിലുമൊക്കെ ആയി തീരുന്നുള്ളൂ. ഇതിനകത്ത് അങ്ങനെ പേടിച്ചു വന്നിരിക്കുന്ന കുറച്ച് പേര് കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഇന്ന് ആരാധനാ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ അവർക്ക് മെസ്സേജ് തരുന്നു, സാക്ഷി നൽകുന്നു. കയ്യിലിടിച്ച് കർത്താവിനെ നമുക്ക് നന്ദി പറയാം. നമുക്ക് സാക്ഷി നൽകുന്നു. അഞ്ജു. എൻ്റെ പേര് അഞ്ജു വിൽസൺ. ഞാൻ സമരട്ടൻ കോളേജ് ഓഫ് നഴ്സിംഗിലെ ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് 2011 സെപ്റ്റംബറിൽ എനിക്കൊരു ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റിൽ ഒരു സർജറി നടന്നിരുന്നു. ഒരു മൈനർ സർജറി ആയിരുന്നു. അതിനുശേഷം +2 വരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു സർജറി, അത് അപ്പം തന്നെ പോയിരുന്നൊരു മുഴയായിരുന്നു അത്. പക്ഷേ +2 കഴിഞ്ഞതോടുകൂടി ഞാനിപ്പോൾ 4 മാസമായി BSc നഴ്സിങ്ങിന് ചേർന്നു. എനിക്ക് ഈ കനമുള്ള ടെക്സ്റ്റുകളൊക്കെ പുറത്ത് തൂക്കിയിടുമ്പോൾ ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരുന്നു. എനിക്കത് പൊക്കിയെടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരും. അല്ലെങ്കിൽ എനിക്ക് ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തളർന്നു പോകും. ആകെ ഞാൻ ചിലപ്പോൾ സ്റ്റഡി ഹാളിലൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ ഉറങ്ങിപ്പോവും. അത്രയ്ക്കും വേദനയായിരുന്നു എനിക്ക് ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റിൽ ഉണ്ടാവുമായിരുന്നു. ഞാൻ ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവിടെ വന്നത്. ശുശ്രൂഷയിൽ ഇവിടെ പങ്കെടുത്തു. നിന്നുള്ള ധ്യാനത്തിലായിരുന്നു ഞാൻ പങ്കെടുത്തത്. അപ്പോഴൊന്നും ഞാൻ ഇതിനെപ്പറ്റി പ്രാർത്ഥിച്ചില്ല, ദൈവമേ എൻ്റെ ഈ വേദന മാറ്റി തന്നെ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. പക്ഷേ ഇന്ന് ഇവിടെ ഈ സ്തുതിപ്പിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉറക്കെ ദൈവത്തോട് വിളിച്ച് പറഞ്ഞു, ദൈവമേ എൻ്റെ ബ്രസ്റ്റിൽ എൻ്റെ വേദന ഒന്ന് മാറ്റി തന്നെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അത് ഒരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. എനിക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ ഇരുന്ന് സാക്ഷ്യപ്പെടണമെന്നൊന്നും ഒട്ടും വിചാരിച്ചതല്ല. പെട്ടെന്ന് ഒരു ഓടി വരലായിരുന്നു. അവിടെ ഇരുന്നൊരു ചേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത്, മോളെ പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ഒട്ടും അറിയില്ല. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. എനിക്ക് ഇപ്പോഴും അവിടെ നിന്ന് ബ്രസ്റ്റിൽ നിന്ന് ഒരു ഡിസ്ചാർജൊക്കെ പുറത്ത് വന്നുകൊണ്ടിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. എനിക്ക് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ സാധാരണ സ്കൂൾ ഡേയ്സിൽ കോളേജിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു 6:30 അങ്ങോട്ടുള്ള സമയത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒട്ടും സംസാരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഭയങ്കര കിടക്കുമായിരുന്നു ഞാൻ. ആ സമയത്തൊന്നും പഠിക്കാനും പറ്റില്ലായിരുന്നു. എല്ലാ ദിവസവും ഉണ്ടാവുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തിങ്കളാഴ്ച കുർബാനയുടെ ഇടയ്ക്ക് എനിക്ക് ശരിക്കും ദൈവം എന്നെ തൊട്ടു. പരിശുദ്ധാത്മാവ് എന്നെ ശരിക്കും ഇറങ്ങി വന്നു. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് എനിക്ക് ആ രോഗം ഒട്ടുമില്ല. ഇപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് ആ പുറത്തേക്ക് ഒരു ഡിസ്ചാർജിലൊക്കെ വരലൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പം ഇല്ല. ഞാനിപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് അതൊന്നും വരാറില്ല. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ദൈവം എന്നെ തൊട്ടു. നല്ല ദൈവത്തിൽ നന്ദി പറയാം. അഞ്ജുവിന്റെ കൂട്ടുകാരികൾ ഇവിടെയുണ്ട്. അവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ഉയർത്തി അടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. നീ നിലവിളിക്കുക, നിന്റെ കണ്ണുനീര് കർത്താവ് കാണും. നീ ഉറക്കെ കരയുക, നീ രോഗിയാണ് സൗഖ്യം പ്രാപിക്കും. കൈകൾ അടിച്ച് ഒരേ താളത്തിൽ നന്ദി പറയും. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം യേശുവിൻ നാമത്തിന്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. യേശുവിൻ നാമത്തിന്. എഴുന്നേറ്റുകൊണ്ട് യേശുവിൻ നാമത്തിന്. യേശുവിൻ നാമത്തിന്. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ വിശുദ്ധനായ ചാവറ പിതാവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. അമേരിക്കയിൽ നിന്നും ഷാർജയിൽ നിന്നും മദ്രാസിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ പ്രത്യേകമായി വിധത്തിൽ പലവിധ രോഗപീഠകൾ, സെബി വിവാഹ തടസ്സം, ബിസിനസ് തടസ്സം മാറുന്നതിന് വേണ്ടി, ജോളി വിസ തടസ്സം മാറുന്ന അമേരിക്കയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സിബി ഫ്രാൻസിസ്, ഹിൽഡ ജോലി തടസ്സം മാറാൻ, ലയ മൈഗ്രൈൻ്റെ അസുഖം മാറാൻ, സ്ത്രീ സഹജമായ രോഗങ്ങൾ വിടുതൽ നൽകാൻ, ഓമന ക്യാൻസർ രോഗം വിട്ടുമാറാൻ, ജെൻസൺ ജോലി ലഭിക്കാൻ, ഷൈൻ ആസ്മ രോഗം വിട്ടുമാറാൻ, സാവിയോ ആസ്മയിൽ നിന്നും വിടുതൽ കിട്ടാൻ. പ്രിയപ്പെട്ടവരെ, മഞ്ജു വയറ്റിലെ ക്യാൻസർ മാറിപ്പോകാൻ, മെസ്സി, അമ്മിണി, ഡേവിസ്, ഷാരോൺ, ഷിബിൻ, കറപ്പൻ, സരസ്വതി, രമ, സ്റ്റെയിനി മുതലായ ആളുകളാണ് ഇപ്പോൾ നമ്മുടെ ജെറുസലമിലെ ഫോണിംഗ് മിനിസ്ട്രിയോടെ നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്.